സംസ്ഥാനത്ത് മരുന്ന് സംഭരണത്തിൽ പ്രതിസന്ധി രൂക്ഷം. കുടിശ്ശിക അനുവദിക്കുന്നതിൽ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഗുരുതര വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണം. കുടിശ്ശിക തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ ധനവകുപ്പ് കത്ത് നൽകിയിട്ടും പ്രയോജനമില്ല. അവശ്യ മരുന്നുകൾ ഉൾപ്പെടെ വിപണിയിൽ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ആരോഗ്യമേഖലയെ ഗുരുതരമായി ബാധിക്കുകയാണ്. മരുന്ന് സംഭരണത്തിൽ കുടിശ്ശികയുള്ളതിനാൽ കൂടുതൽ മരുന്ന് വാങ്ങി വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. സർക്കാർ ആശുപത്രികളിലെ ഫാർമസികളിൽ കുറിപ്പുമായി എത്തുന്നവർ വെറും കൈയോടെ മടങ്ങുന്നു. 2023-24 വർഷം ഇതുവരെ KMCL 554 കോടിയുടെ മരുന്നുകൾ 1570 ആശുപത്രികളിൽ വിതരണം ചെയ്തുവെന്നാണ് ആരോഗ്യമന്ത്രി നൽകിയ മറുപടി. എല്ലാ മരുന്നുകളും സ്റ്റോക്ക് ഉണ്ടെന്നാണ് മന്ത്രിയുടെ അവകാശവാദം. എന്നാൽ മരുന്ന് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്ഷാമമുള്ള ആശുപത്രികളിലേക്ക് മാറ്റി താൽക്കാലിക പരിഹാരം കാണുന്നു എന്നതാണ് വസ്തുത. കുടിശ്ശിക തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ ധനവകുപ്പിന് കത്ത് നൽകിയിട്ടും പ്രയോജനമില്ല. മരുന്നുക്ഷാമം രൂക്ഷമായാൽ സംസ്ഥാനം വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. ജനം, തിരുവനന്തപുരം.